ഈ ഷെഫ് പിള്ളൻ്റെ ഫിഷ് നിർവ്വാണം അയക്കൂറിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് എല്ലാവരും പറയുന്ന ആക്കാട്ടോ. അപ്പോൾ ആഗോലിനെ കൊണ്ടും കൂടി നമുക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കുറേ മുന്നേ ഉണ്ടാക്കിയതാണ്, വോയിസ് കൊടുത്തിട്ട് ഇടാമെന്ന് വെച്ച്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ മീനിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര് ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുത്ത ഫിഷാണ് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്ത ഒരു 4-5 ഇലൻ്റെ പീസുകൾ, വാഴ ഇലൻ്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചിട്ട് നിരനിരയായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടേക്കാണ് ഞാൻ ഫിഷ് വെച്ച് കൊടുത്തത്. അതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ ഒരു പകുതി തേങ്ങയുടെ പാല്, നല്ല കട്ടിക്കെടുക്കണം പാല്. വലിയ തേങ്ങ തന്നെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി എടുത്തത്. അതിൻ്റെ പാല് നല്ലോണം ഒഴിച്ചു കൊടുക്കുക, തേങ്ങാപ്പാൽ. അതിലോട്ടേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 കാന്താരി അതും കൂടെ ആഡ് ചെയ്ത്, പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. പക്ഷേങ്കിൽ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തണ്ടോട് കൂടിയ കുറച്ച് കറിവേപ്പില എടുത്ത് അതിൻ്റെ മുകളിൽ നിരനിരയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 1-2 കഷ്ണം വാഴയില എടുത്തിട്ട് മേലെ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് കുക്കാവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അയക്കൂറ നിർവ്വാണം മാത്രമല്ല, ആഗോലി നിർവ്വാണയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഈ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കോമ്പിനേഷനായിരിക്കും. ഫിഷ് ഫ്രൈ ആക്കുമ്പം വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ആക്കണം കേട്ടോ. പിന്നെ വാഴയില അത് മസ്റ്റാണ്.